ആത്മാവിൽ ദിനംതോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. മായമറ മാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ. മായമറ മാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ. ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ. ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. കലിയുഗത്തിലുദയമായ ഇന്ന് നമുക്ക് ഒരു പിറന്നാൾ സംബന്ധമായ ഒരു അനുമോദനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മദീപത്തിൻ്റെ പിറന്നാളാണ്. ഒരു അനുമോദനവും പിറന്നാൾ ആശംസയൊക്കെ കൊടുക്കണ്ടേ? വേണോ? അപ്പം നിങ്ങളുടെ എല്ലാം വകയായി ആത്മബോധോദയ സംഘത്തിൻ്റെ പേരിൽ ഇവിടെ വെച്ചൊരു അനുമോദനം കൊടുക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരായി കയറി വന്ന് ഓരോ പുഷ്പം കൊടുക്കാൻ ഒരവസരം കൂടി ഒരുക്കുകയാണ്. മഹാശക്തി അതെല്ലാം സ്വീകരിച്ച് ആയുരാരോഗ്യത്തോടുകൂടി ആത്മദീപത്തെ ആദർശ കർമ്മങ്ങൾക്കായി നിലനിർത്തി തരുമാറാകട്ടെ. ഉന്നതമായ ഈ മഹാകർമ്മത്തെ ഈ വിധത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവിധം സർവശക്തി ജന്മം കൊടുത്ത് നിലനിർത്തിയതാണ് ആത്മദീപത്തെ. മൂന്നാം ശരീരത്തിൽ വാഴുന്ന സമയത്ത് ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് ആ കുടുംബത്തെ വീണ്ടെടുത്തു. ഈ ലോകമെന്ന് പറയുമ്പോൾ ഇത് നരകമാണ്. ഈ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്ത് പരലോകത്തിലേക്ക് ചേർക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും. ഇതൊക്കെ തിരിച്ചറിയുന്നത് അവരവരുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് പൂർത്തീകരിക്കുമ്പോഴാണ്. അപ്പോൾ ആ വിധത്തിൽ വീണ്ടെടുത്ത് കഴിഞ്ഞ തിരുവാഴ്ചയിൽ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി ആ തിരുനാവിൽ കൂടി പകർന്നു നൽകി ഇവിടെ നിലനിർത്തി. ഈ ഉന്നതമായ കർമ്മത്തിനാണ് ഈ ജന്മത്തെ ഒരുക്കുന്നതെന്ന് ആരും അന്ന് അറിഞ്ഞിരുന്നില്ല. എന്നാൽ അത്ഭുതമായ വഴികളിലൂടെ മഹാശക്തി ഇവിടെ എത്തിച്ചു. ഉന്നതമായ കർമ്മങ്ങൾക്കായി നിലനിർത്തിയിരിക്കുന്നു. അത്ഭുതമായ പല കർമ്മങ്ങളും ആ ഹൃദയത്തിൽ കൂടി ഈശ്വരൻ വെളിപ്പെടുത്തി മഹാഗോപുരം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സവിശേഷതകളെയും അതിൻ്റെ മഹത്വത്തെയൊക്കെ നിങ്ങൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും സർവശക്തി നിലനിർത്തിയിരിക്കുന്ന ഈ മഹാജന്മത്തിൻ്റെ മഹത്വം അറിഞ്ഞ് നമുക്ക് ഈ പിറന്നാൾ ദിനത്തിൽ ഭക്തിയോടുകൂടി മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ആത്മാനന്ദ ദീപമായി എന്നും നിലനിൽക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വകയായി ഒരു പൊന്നാട അണിയിക്കുകയാണ്. ഓ Swaminanda
പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ പാലാഴിവാസ പരമാനന്ദ കരുണാനിധിയേ ഭക്തന്മാരിൽ വാഴണമേ പാലാഴിവാസ പരമാനന്ദ പരഹൃദയേ വാഴും പരമാത്മാ പാലാഴിവാസ പരമാനന്ദ സർവശക്തനാകുന്ന ദൈവം ഈ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഉന്നതമായ ഈ ആദർശത്തിൽ ചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ചിരിക്കുന്ന എൻ്റെ ഓമന മിത്രങ്ങളെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടി ഒത്തുചേരുവാനും മുഖാമുഖം കാണുവാനും ഇപ്രകാരം ആനന്ദ അനുഭൂതിയിൽ ലയിക്കുവാനും തക്കവിധം ദൈവം അനുവദിച്ച ഈ സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഉത്കൃഷ്ടമായ ഒരു നിയമം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണിപ്പോൾ. 12 വെള്ളിയാഴ്ചയുടെ 3-ാമത് വെള്ളിയാഴ്ചയും അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ പരിശുദ്ധിയിലാണ് ഓരോ ഹൃദയങ്ങളും നിലകൊള്ളുന്നത്. മനസ്സാ വാച കർമ്മണ ശുദ്ധമായി തീരുവാൻ പരിശുദ്ധൻ ഉപദേശിച്ച നിയമം, വ്രതമെടുക്കുവാനുള്ള വ്യവസ്ഥകളെല്ലാം അരുളിത്തന്നതോ എൻ്റെ ഗുരുവരനല്ലോ. അപ്രകാരം പരമഗുരു അവതാരമായി വന്ന് ലോകത്തിൽ അവതരിപ്പിച്ച നിയമത്തെ, പരിശുദ്ധമായ നിയമത്തെ പാലിക്കുവാൻ മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങളെല്ലാം. ആ നിയമത്തെ മനസ്സാ വാച കർമ്മണ പരിപാലിക്കുമ്പോൾ ഹൃദയം പരിശുദ്ധമായി തീരുന്നു. അവിടെയാണ് ഉൾക്കാഴ്ചയുണ്ടാകുന്നത്. പലരും വിചാരിക്കും ഈ ഉൾക്കാഴ്ച എന്ന് എപ്പോഴും പറയുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ഞങ്ങൾ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നതും തെറ്റിദ്ധരിക്കുന്നതും. ഉൾക്കാഴ്ച ഉണ്ടായാൽ ഇതിൻ്റെ യഥാർത്ഥമായ വശത്തെ അറിയുവാനുള്ള അറിവാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിലാണ്. സ്വപ്നം കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കൈ വെക്കാം. എല്ലാവരും സ്വപ്നം കണ്ടിട്ടുണ്ട് അല്ലേ? ഉറങ്ങുമ്പോഴും സ്വപ്നം കാണും, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണും. അത് രണ്ടും രണ്ടാണ്. ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നം നമ്മുടെ ഭാവനകളാണ്. ഉറങ്ങുമ്പോൾ കാണുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ കൂടി നടക്കുന്ന കർമ്മങ്ങളാണ്. രണ്ടിനും നമ്മുടെ മനസ്സാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിൽ നമ്മളെ ഒരു സർപ്പം കൊത്തുവാനായി അല്ലെങ്കിൽ ഒരു പാമ്പ് കൊത്തുവാനായി വരുന്നു എന്ന് സ്വപ്നം കാണുന്നു എന്നിരിക്കട്ടെ. നമ്മളെന്ത് ചെയ്യും? ഓടും. എപ്പോൾ? സ്വപ്നത്തിൽ നമ്മൾ ഓടുകയാണ്. ഓടി അണച്ച്
വീണ്ടും അത് അടുത്ത് വരുന്നു എന്ന് കണ്ടാൽ വലിയ വായിൽ ശബ്ദമുണ്ടാക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ദേഹമെല്ലാം വിയർക്കും. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഓടുകയാണ്, സ്വപ്നത്തിലാണ്. ഇല്ല, വലിയ ശബ്ദം കേൾക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന ആൾ ദേഹത്ത് തട്ടിയിട്ട് എടാ അല്ലെങ്കിൽ എടി എന്തുവാ എന്ന് ചോദിക്കും. നമ്മൾ ഉണരുന്നു. അപ്പം നമ്മുടെ ദേഹമെല്ലാം വിയർത്തിരിക്കുന്നു. പക്ഷേ പാമ്പില്ല. നമ്മൾ നമ്മുടെ മുറിയിൽ നമ്മുടെ സുഹൃത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം മുറിയിലാണ് വിശ്രമിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് എത്തും. ആ തിരിച്ചറിവിലേക്ക് ആ അടി കിട്ടി അല്ലെങ്കിൽ ആ തട്ട് കിട്ടി ഉണരുന്നത് വരെ നമ്മൾ ആ പാമ്പിൻ്റെ മുമ്പേ ഓടുകയായിരുന്നു. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഭയത്തിന് അടിമകളാണ്, അല്ലേ? ആണോ അല്ലേ? നമ്മൾ ആ പാമ്പിൻ്റെ മുമ്പേ ഓടുമ്പോൾ നമുക്ക് ഭയമാണ്. ആ വികാരം നമ്മളെ ശരിക്കും അടക്കി ഭരിക്കുകയാണ്. നമ്മൾ ഭയന്നാണ് ഓടുന്നത്. ശരീരം ഓടുന്നില്ല, പക്ഷെ ഓടുന്നതായി നമ്മൾ സ്വപ്നം കാണുകയാണ്. പക്ഷേ ശരീരം വിയർക്കും. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? വിയർപ്പ് ഉണ്ടാവും നമുക്ക്, അല്ലേ? ഏത് വികാരമാണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകും. അത് പല വിധത്തിലാണ്. ഇപ്പം കൂടുതൽ ആളുകൾക്കും ഉണ്ടാകുന്നതാണ് ഈ ഭയം ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ. കൂടുതൽ ആളുകൾക്കും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അത് തന്നെ ഒരു ഉദാഹരണമായി പറഞ്ഞത്. അപ്പോൾ ഈ ഭയമെന്ന വികാരം സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ യഥാർത്ഥമാണെന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓടുകയും ഭയക്കുകയും ഈ വിയർക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത് യഥാർത്ഥമായിരുന്നോ? ആയിരുന്നോ? എന്തുകൊണ്ട്? ഉണരുന്നത് വരെ യഥാർത്ഥമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്, അല്ലേ? അല്ലെങ്കിൽ എന്തിനാ ഓടിയത്? അല്ലെങ്കിൽ എന്തിനാ ഭയന്നത്? ഇതുപോലെ ഈ നിഴൽ കൊണ്ടുണ്ടാക്കിയ ലോകത്തിൽ, അതിനാണ് മായ എന്ന് പറയുന്നത്, നിഴൽ കൊണ്ടുണ്ടാക്കിയ ഈ ലോകത്തിൽ കാണുന്നതൊക്കെ ശരിയാണെന്ന് ധരിച്ച് ഈ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉണർവ് എന്താണ്? ഉണർവ് മായയിൽ മറഞ്ഞിരുന്നുറങ്ങി മർത്യജന്മം. ജ്ഞാനസൂര്യനാകും ഭവാൻ വന്നുദിച്ചുണർത്തി. ഇങ്ങനെ ഈ മായയിൽ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് കൊണ്ട് കണ്ടുകൊണ്ട് ഭഗവാൻ തന്നെ അവതാരമായി വന്നു. നിൽക്ക മനുഷ്യ, നീ നിന്നെ തന്നെ ചിന്തിക്കാ. ആജ്ഞാപനം കേട്ട് ഉണർന്നവർക്കൊക്കെ ഇത് സ്വപ്നമാണെന്നുള്ള തിരിച്ചറിവുണ്ട്. ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്താത്തവർ സ്വപ്നത്തിൽ തന്നെയാണ്. അവരാണ് ഇതിന് ചാഞ്ചാടുന്നത്. ചില ആളുകളുണ്ടല്ലോ, എന്തിനാ ഇപ്പം എന്നെ വിളിച്ചെടുത്ത്, ഞാൻ നല്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, അല്ലേ? അങ്ങനെ അനുഭവമുള്ളവരുണ്ട്. സുഖമുള്ള സ്വപ്നമാണെങ്കിൽ ഇപ്പം എന്തിനാ വിളിച്ചെടുത്ത്, ഞാൻ നല്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയല്ല. ചില കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടിരുന്നു പറഞ്ഞു, കാണുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ. എടാ, ഉറങ്ങുമ്പോൾ കണ്ണാടി സ്വപ്നം കാണുമെന്ന് വ്യക്തമായിട്ട് കാണാനാമേ. അങ്ങനെയുള്ളവരുണ്ട്, സ്വപ്നത്തെ ഇഷ്ടപ്പെടുന്നവർ. അങ്ങനെ ഈ ലോകത്തെ ഇഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ലോകമോഹം വർദ്ധിച്ചിടുമ്പോൾ ആത്മനാഥനെ ഹൃദയത്തിൽ കാണാതെയാകും. അതുകൊണ്ട് ഈ സ്വപ്നത്തിൽ നിന്നൊന്ന് ഉണരാൻ, ഈ മായയിൽ നിന്നൊന്ന് ഉയർത്താൻ ദൈവം അവതാരമായി വന്ന് തന്ന നിയമമാണിതൊക്കെയും. ഇതിനെ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? ആദരസമന്വിതം സ്വീകരിക്കണം. ഇങ്ങോട്ട് വെച്ചാൽ ഞാൻ സൗകര്യമുള്ളപ്പോൾ കഴിച്ചോളാം എന്ന് പറയുന്ന രീതിയല്ല. പല കുഞ്ഞുങ്ങളിപ്പോൾ അങ്ങനെയാണ്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കി സമയമാകുമ്പോൾ വിളിക്കും, മോനെ, എടാ മോളെ, എവിടാ? അവർ ചുണ്ണാമ്പ് പുരട്ടിക്കൊണ്ടിരിക്കുക. അത് തീർന്നിട്ട് വേണ്ട എന്നെഴുന്നേക്കാൻ. വീണ്ടും വിളി ശക്തമാകും. ഇല്ല, നീട്ടവും കുറയ്ക്കും. നീട്ടം കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വിളി വേറെയാണ്. ഇപ്പോൾ വിളിക്കുമ്പം, അവിടോട്ട് വെച്ചാൽ ഞാൻ വന്ന് നിന്നോളാം. എന്തുവാ ഇത്? കഷ്ടപ്പെട്ട് ഇത് വെച്ചുണ്ടാക്കി മാതാവോ അല്ലെങ്കിൽ പിതാവോ വിളിക്കുകയാണ്. അവരോടാണ് ഈ ആക്രോശം. അതുപോലെ സ്വീകരിക്കാനല്ല.
ആദരസമന്വിതം സ്വീകരിക്കണം. എൻ്റെ ഗുരു എന്നെ രക്ഷിക്കാനിതാ ഈ നരകത്തിലേക്ക് താണിറങ്ങിയിരിക്കുന്നു, മഹാത്യാഗിയായി. ഇഹപരലോകത്തിൻ ഉടമസ്ഥനാകുന്ന പരമപിതാവായോനേ, അങ്ങയെ നോക്കി നിന്നെപ്പോഴും പ്രാർത്ഥിക്കുന്നേ. അഹങ്കാരമില്ലാതെ ധാർഷ്ട്യമില്ലാതെ വളരെ ആദരവോടെ ഗുരുവിൻ്റെ കൽപ്പനകളെ നിയമങ്ങളെ സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് എന്തുണ്ടാകും? യഥാർത്ഥത്തെ അറിയുവാനുള്ള ഉൾക്കാഴ്ചയുണ്ടാകും. ആ ഉൾക്കാഴ്ചയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നിയമങ്ങളെല്ലാം തന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു വീഴ്ചകളും വരുത്താതെ ഉന്നതമാകുന്ന പരലോകത്തിൽ ചേർന്ന് പരമാനന്ദം അനുഭവിക്കണമെന്ന ആഗ്രഹത്തോടെ എല്ലാവരും നിയമങ്ങളെ പാലിക്കുക. ഇതുവരെ പാലിച്ച നിയമങ്ങളിൽ എന്തെങ്കിലും കുറവറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മഹാശക്തി ക്ഷമിക്കണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ആഴ്ച വീണ്ടും പുതിയ ഉന്മേഷത്തോടെ, പുത്തൻ ഉണർവോടെ, കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ ആശ്രയത്തോടെ കൃത്യമായും സത്യമായും വ്രതമെടുക്കുവാൻ സർവശക്തി ഏഴകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കട്ടെ. കൃത്യമായി വ്രതമെടുത്തുകൊണ്ട് തീർത്ഥാടകരായി വന്നു ചേർന്ന് ഈ ആനന്ദ സാഗരത്തിൽ ആറാടുവാൻ മഹാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നടന്നുകൊണ്ടിരിക്കുന്ന ഡൽഹി ശാഖാശ്രമത്തിൻ്റെ വാർഷികം ഇന്നതിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം തൃക്കൊടിയേറ്റ് ചെറിയ പരിപാടികൾ, പ്രദക്ഷിണം എല്ലാം നടന്നു. ഇന്നലെ പ്രകാശയാത്രയോടുകൂടിയുള്ള പരിപാടികളായിരുന്നു. ഇന്ന് ഇപ്പോൾ ഘോഷയാത്ര ആരംഭിച്ച ശേഷമാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ ആശ്രമത്തിനുള്ളിൽ വന്നു കാണും. അത് ഉന്നതമായ നിലയിൽ നടത്തി. അത് കഴിഞ്ഞൊരു സദ്യ സമ്മേളനം എല്ലാം ഉണ്ട്. എല്ലാം ഉന്നതമായ നിലയിൽ ഈശ്വരൻ നടത്തട്ടെ. നമ്മുടെ ഈ നാമത്തെ അറിയുവാൻ തക്ക വിധത്തിലുള്ള ഉന്നതമായ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാകുവാനുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കം ഇത്ര മഹത്തായ കർമ്മത്തിനായതുകൊണ്ട് അതിൻ്റേതായ കാഠിന്യവും അതിനുണ്ട്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വൈഷമ്യം ഉണ്ടാകുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ട് നിലവിൽ. ഇപ്പം തന്നെ ഈ വാർഷികം നടക്കേണ്ട സമയമായപ്പോൾ 4 വശം അങ്ങ് വെള്ളം കയറി. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായിട്ടുള്ളതല്ല. ഇപ്പോൾ റോഡ് പണിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വെള്ളം ഒഴുകി പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ടും അമിത വർഷം ഉണ്ടായതുകൊണ്ടും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ എങ്ങനെ നടക്കും, ഘോഷയാത്ര എങ്ങനെ നടത്തും എന്നൊക്കെ വളരെ വിഷമിച്ചു. പക്ഷേ ഒരു 2-3 ദിവസത്തെ വെയിൽ വന്നപ്പോൾ ഇതെല്ലാം അങ്ങ് റെഡിയായി. പുറകിലൊക്കെ വെള്ളമുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലത്തൊന്നും വെള്ളവുമില്ല, മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം ഒരുക്കി ഈശ്വരൻ നടത്തുകയാണ്. അങ്ങനെ ഉന്നതമായ നിലയിൽ നടക്കട്ടെ. നാളെ നമ്മുടെ പടയണിപ്പാറയിലെ വാർഷികമാണ്. അത് ഉന്നതമായ നിലയിൽ നടത്തുവാൻ കഴിയുന്നിടത്തോളം നമുക്ക് സമീപവാസികളായിട്ടുള്ള ആളുകൾ അവിടെ പോയി പങ്കെടുക്കുവാനും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഓതറ ശാഖാശ്രമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകയായിരുന്ന വത്സല ഭക്ത കടന്നുപോയി. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. വളരെയേറെ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു അമ്മയായിരുന്നു. വളരെ അവിചാരിതമായി കഴിഞ്ഞ ദിവസം കടന്നുപോയി. ഇന്ന് അതിൻ്റെ സംസ്കാര കർമ്മങ്ങൾ ഇന്ന് 3 മണിക്ക് നടക്കുകയാണ്. നമ്മുടെ നിയമപ്രകാരം ആത്മാവിനെ ഈശ്വരൻ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതമാകുന്ന കർമ്മങ്ങൾ ഉന്നതമായി നടത്തുവാൻ നിങ്ങൾ ഒന്നുകൂടി ഒരുങ്ങേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. അതിനാണ് ഞാൻ എപ്പോഴും ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് നല്ല പ്രവർത്തകർ എന്ന് പറയുന്നത് സത്യം പാലിച്ച് ജീവിക്കുന്നവരാണ്. ഒരുപാട് കഠിനമായി സംസാരിക്കുകയും വലിയ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ പറയുന്നതൊന്നുമല്ല. സത്യം പാലിച്ച് ജീവിക്കുന്നവരിൽ കൂടിയാണ് നമ്മുടെ ആദർശത്തെ നമുക്ക് മുന്നോട്ട് വളർത്താൻ പറ്റുന്നത്. അതിന് ലോകപരമായ പല അറിവുകളും ആവശ്യമുണ്ട്. എന്നാൽ ആന്തരികമായ വലിയ അറിവിൻ്റെ ആവശ്യമുണ്ട്.
കാരണം സത്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുബന്ധമായി സത്യത്തിൽ നിന്ന് മാറാതെ നിൽക്കണമെങ്കിൽ വലിയ അളവിൽ തന്നെ സത്യത്തെക്കുറിച്ചൊരു അവബോധം ഓരോരുത്തരിലും ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സത്യസന്ധമായ ജീവിതം ചെയ്ത് സത്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവരവർ തന്നെ പരിശോധിച്ച് മനസ്സിലാക്കണം. അവരവർ തന്നെ അത് പരിശോധിച്ച് മനസ്സിലാക്കണം. രാഷ്ട്രത്തിൻ്റെ പിതാവായി ബഹുമാനിക്കപ്പെടുന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ അതിനിട്ട പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്നാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കഥകളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. സത്യസന്ധമായിട്ടാണ് ഓരോന്നും അവിടെ എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു രാഷ്ട്രപിതാവ് എന്തിനാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന കഥകൾ പോലും അതിനകത്തുണ്ട്. പക്ഷേ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടി? നാളെ ഇത് തലമുറകൾ വായിച്ച് ആ നിലയിൽ ജീവിതം ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ്. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണത്തിനൊന്നും ഇന്നത്തെ തലമുറകൾ തയ്യാറാവുന്നില്ല. അങ്ങനെ പോരാ, ലോകം എങ്ങനെയോ ഒഴുകട്ടെ, അതൊക്കെ നമുക്ക് തിരികെ പിടിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഉന്നതമായ ഈ സത്യത്തെ കൃത്യമായി പാലിച്ച് ജീവിക്കുവാൻ തയ്യാറാകണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ അറിയിക്കുകയാണ്. സ്വർഗ്ഗപിതാവിൻ്റെ പൊന്മുഖം കാണുവാൻ കണ്ണുനീരോടുകൂടി സ്വർഗ്ഗപിതാവിൻ്റെ പൊന്മുഖം കാണുവാൻ കണ്ണുനീരോടുകൂടി ഓരോ യുഗത്തിലും ആത്മാക്കളെ കാത്തിരുന്നു കരഞ്ഞു. സ്വർഗ്ഗപിതാവിൻ്റെ പൊന്മുഖം കാണുവാൻ കണ്ണുനീരോടുകൂടി ഓരോ യുഗത്തിലും ആത്മാക്കളെ കാത്തിരുന്നു കരഞ്ഞു. കലിയുഗത്തിൽ ദൈവം കരുണയോടുകൂടി ഖഡ്ഗിയായി വന്നു വിളിച്ചു. കലിയുഗത്തിൽ ദൈവം കരുണയോടുകൂടി ഖഡ്ഗിയായി വന്നു വിളിച്ചു. കരയുന്ന ഭക്തരെ കരുതി രക്ഷിക്കുവാൻ കരുണയോടെ വാഴുന്നു. കരയുന്ന കരയുന്ന ഭക്തരെ കരുതി രക്ഷിക്കുവാൻ കരുണയോടെ വാഴുന്നു.
ഒടുക്കി വന്നവരെ, യുഗാന്തരങ്ങളിലൂടെ ജന്മകർമ്മം ഒടുക്കി വന്നവരെ വീണ്ടെടുത്ത് രക്ഷിക്കുവാനാണ് കലിയുഗത്തിൽ ഖഡ്ഗിയായി സമ്പൂർണാവതാരമായി വന്നിരിക്കുന്നത്. ഈ സമ്പൂർണാവതാരം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഖഡ്ഗി എന്ന് പറയുമ്പോൾ, ഇതിന്റെ യാതൊരുവിധ അറിവുമില്ലാത്ത സന്താനങ്ങൾക്ക് ഇതൊന്നും കേട്ടാൽ മനസ്സിലാവുകയുമില്ല, വേണ്ട വിധത്തിന്റെ മഹത്വം അറിയുകയുമില്ല. പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ ആദ്യമേ അറിയിച്ചതുപോലെ ആദര സമന്വിതം ഈ അറിവിനെ സ്വീകരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, അവതാരം എന്താണെന്നും അവതാര മഹത്വം എന്താണെന്ന് നിങ്ങളുടെ ആത്മാവിൽ തന്നെ ബോധ്യപ്പെടും. അതിന് അംശാവതാരം എന്താണെന്നോ, ആ അവതാരം എന്താണെന്നോ, സമ്പൂർണ്ണാവതാരം എന്താണെന്നോ, ഖഡ്ഗിയവതാരം എന്താണെന്നോ ഒന്നും പുരാണങ്ങളിൽ പോയി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവനവന്റെ ഹൃദയത്തിൽ തന്നെ ഇതെല്ലാം തെളിഞ്ഞു കാണുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് ആദ്യം ഞാൻ അറിയിച്ച ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. ഉള്ളവനെ ഉള്ളിൽ നന്നായി അറിഞ്ഞിടും. ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. ഉള്ളവനെ ഉള്ളിൽ നന്നായി അറിഞ്ഞിടും. അറിവിന്റെ പൂർണ്ണത അകതാരിൽ കണ്ടിടും. അറിവിന്റെ പൂർണ്ണത അകതാരിൽ കണ്ടിടും. അവതാര ഗുരുവിനെ ആത്മാവായി കണ്ടിടും. അറിവിന്റെ പൂർണ്ണത അകതാരിൽ കണ്ടിടും. അവതാര ഗുരുവിനെ ആത്മാവായി കണ്ടിടും. എല്ലാം അറിയുന്ന അറിവു ഗുരു തന്നെ. എല്ലാം അറിയുന്ന അറിവു ഗുരു തന്നെ. ഗുരുരൂപമാത്മാവിൽ ഉയരുമ്പോൾ ആനന്ദം. ഗുരുരൂപമാത്മാവിൽ ഉയരുമ്പോൾ ആനന്ദം. ഉൾക്കാഴ്ച ഉണ്ടായാൽ കുറച്ചു പറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടർത്ഥമുണ്ട്. എന്തൊക്കെയാണ്? ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. അത് രണ്ടർത്ഥമുണ്ട്. പറയാമോ? പെട്ടെന്ന് പറയാമോ? എല്ലാം തിരിച്ചറിയാനുള്ള അറിവ്, പിന്നെ എല്ലാത്തിനെയും അറിവായി കാണുവാനുള്ള അറിവ്. അത് ചിന്തിച്ചില്ല, അങ്ങനെ ഒരു ചിന്ത വന്നില്ല. ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. മറ്റൊരിടത്ത് പറഞ്ഞു, ബോധമല്ലാതെ ഒന്നുമില്ലെന്ന്. ബോധം തന്നെ തിരിച്ചറിയിച്ചിടുന്നു. ബോധമല്ലാതെ
ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഉൾക്കാഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ഉൾക്കാഴ്ച ഉണ്ടായി പിന്നെ കഴിഞ്ഞാൽ ആരുടെയും ഒരു കുറവും കാണുകയില്ല. ഇനി ആരുടെയും ഒരു കുറവും കാണുകയില്ല. ഒരാളൊരു വലിയ തെറ്റ് ചെയ്താൽ പോലും ഒരാളൊരു വലിയ തെറ്റ് ഈ ചെയ്താൽ പോലും ഉൾക്കാഴ്ചയിൽ ഉല്ലസിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ച് ഉൾക്കാഴ്ചയിൽ ഉല്ലസിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ച് ആ ചെയ്ത തെറ്റിനകത്ത് ഒരു ശരി കണ്ടെത്തുകയും ആ ആളിനെ സ്നേഹിക്കുകയും ചെയ്യും. ആ ചെയ്ത തെറ്റിനുള്ളിൽ ഒരു ശരി കണ്ടെത്തുകയും ആളിനെ സ്നേഹിക്കുകയും ആ തെറ്റിനുള്ളിലെ അറിവിനെയാണ് കാണുന്നത്. ആ തെറ്റിനുള്ളിലെ അറിവിനെയാണ് അറിവുകേട് അവരുടെ കാഴ്ചയിലില്ല. അങ്ങനെയാണ് ഉൾക്കാഴ്ച ഉണ്ടായാൽ എല്ലാം അറിവാകും. ഉള്ളവനെ ഉള്ളിൽ നന്നായി അറിഞ്ഞിടും. ഈ കാഴ്ച ഉണ്ടാകാനൊരു വഴിയേ ഉള്ളൂ. ഈ ഉൾക്കാഴ്ച ഉണ്ടാകണമല്ലോ. ഉൾക്കാഴ്ച ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയേക്കണം. കൈ താത്തിട്. ഈ കൂട്ടത്തിൽ കൈ പൊക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കി. വെളിയിൽ ആരാണ്ടൊക്കെ കേട്ടില്ല, അവരൊക്കെ പൊക്കി. ഇപ്പൊ എല്ലാവർക്കും ഉൾക്കാഴ്ച വേണം. ഉൾക്കാഴ്ച ഉണ്ടാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ ആദ്യം പറയുകയും ചെയ്തു. ആരാധന ആരംഭിച്ചപ്പോൾ പറഞ്ഞു ഉൾക്കാഴ്ച ഉണ്ടാകണം. എന്ത് വേണം? നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നാമവും നിയമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. നാമം എന്നാൽ എന്താണ്? ഗുരുവാണ്. ഗുരു എന്താണ്? സത്യമാണ് അല്ലേ? നിയമമോ? നിയമം തൻ്റെ ജ്ഞാനമാണ്, അല്ലെങ്കിൽ പ്രകാശമാണ്. നിയമം ഭഗവാന്റെ ജ്ഞാനമാണ്, അല്ലെങ്കിൽ പ്രകാശമാണ്. അപ്പൊ എന്തായി വരും? ആ പ്രകാശത്തിന്റെ പേരെന്താണ്? പ്രകാശത്തിന്റെ പേരെന്താണ്? ധർമ്മം എന്നാണ്. ധർമ്മം എന്നാണ്. അപ്പോ സത്യവും ധർമ്മവും. സത്യവും ധർമ്മവും. നാമം സത്യമായിട്ടും നിയമം ധർമ്മമായിട്ടും ഓരോരുത്തരിലും രൂപപ്പെടണം. അങ്ങനെ രൂപപ്പെടുമ്പോൾ എന്തുണ്ടാകും? അവിടെയാണ് ഉണ്ടാകുന്നത്. സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ സത്യവും ധർമ്മവും തന്നെയല്ലോ. പാട്ടൊക്കെ കൊള്ളാം അല്ലേ? പാട്ടുകളൊക്കെ കൊള്ളാം. പോറ്റി പാടുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റു പാടാനും നല്ല സുഖമാണ്. ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും സുഖമാണ്. ഈ സുഖം നമുക്ക് അങ്ങ് വീട്ടിലും എത്തിക്കണ്ടേ? എവിടെ പോയാലും ഈ സുഖം നിലനിർത്തണ്ടേ? ആ സുഖം നിങ്ങളുടെ ഉള്ളിൽ അധിവാസം ചെയ്തെങ്കിൽ എവിടെ പോയാലും സുഖം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യമെന്ന ബന്ധം ഗുരുവിനാണെന്നറിയ. സത്യമെന്ന ബന്ധം സത്യബന്ധം നോക്കി ഗുരു അവിടെ. സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ ജീവിതം ചെയ്യുന്നവരിൽ ഉൾക്കാഴ്ച ഉണ്ടാകും. ആ ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? പ്രകാശമാണ് ഉണ്ടാകുന്നത്. ആ പ്രകാശമാണ് കാഴ്ചയായി തീരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവർക്കും കണ്ണിന് കാഴ്ചയുള്ളവരാണ്. കാഴ്ച ഉണ്ടെന്ന് അറിയുന്നത് എപ്പോഴാണ്? ഒരു പ്രകാശം ഉള്ളപ്പോഴാണ്. ഈ കുറ്റിരുട്ടിൽ നിങ്ങളുടെ കണ്ണിന് എത്ര കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. ഒരു അല്പമാത്രമായെങ്കിലും ഒരു പ്രകാശം അവിടെ എത്തിയാൽ അവിടെ നിങ്ങളുടെ കാഴ്ച നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അവിടെയാണ് അറിയുന്നത്. അപ്പൊ കണ്ണിൽ നിന്ന് സ്ഫുരിക്കുന്ന ആ പ്രകാശവും വസ്തുവിൽ നിന്ന് പ്രതിബിംബിക്കുന്ന പ്രകാശവും തമ്മിലുള്ള കണക്ഷനാണ് കാഴ്ച. ഇത് ശാസ്ത്രലോകം
ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ശാസ്ത്രലോകം ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഇതൊക്കെ സത്യമായും ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ പുതിയതായിട്ട് അവരൊന്നും ഉണ്ടാക്കുന്നതല്ല. സത്യമായി ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതുള്ളൂ, അല്ലാതെ പുതിയതായിട്ട് അവരൊന്നും ഉണ്ടാക്കുന്നത്. അതായത് ഉണ്ടായതിൽ നിന്നുണ്ടാക്കുന്നു എന്നല്ലാതെ ഉണ്ടാകും മുമ്പ് ഒന്നും ഉണ്ടാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായതിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലാതെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നും ഉണ്ടാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യം. ഉണ്ടായതിൽ നിന്നുണ്ടാക്കുന്നതല്ലാതെ ഉണ്ടായതിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലാതെ ഉണ്ടാകും മുമ്പ് ഒന്നും ഉണ്ടാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടാകും മുമ്പ് ഒന്നും ഉണ്ടാക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ആദിയിൽ താൻ ഏകനായിരുന്നു. ആദിയിൽ ഭഗവാൻ ഏകനായി. ആ ഏകനായിരുന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതല്ല. ആ ഏകനായിരുന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പോ ശാസ്ത്രജ്ഞന്മാരുടെ പേരിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങളെയും ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ പേരിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങളെയും ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നു. അവര് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവര് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് നിർമ്മിച്ചു എന്നല്ല. അവര് നിർമ്മിച്ചു. ലോകത്തിൽ ഇപ്രകാരം അടങ്ങിയിരുന്ന സവിശേഷതകളെ, ലോകത്തിൽ ഇപ്രകാരം അടങ്ങിയിരുന്ന സവിശേഷതകളെ, അഥവാ വൈശിഷ്ട്യങ്ങളെ, അഥവാ ഗുണങ്ങളെ അവരുടെ ബുദ്ധി കൊണ്ട് അവർ വിവേചിച്ചറിഞ്ഞ് അത് മർത്യലോകത്തിനായി മനസ്സിലാക്കി കൊടുക്കുന്നു. അവരുടെ ബുദ്ധി കൊണ്ട് അവർ വിവേചിച്ചറിഞ്ഞ് മനുഷ്യലോകത്തിനായി ഒഴിവാക്കി കൊടുക്കുന്നു. മനസ്സിലാക്കി കൊടുക്കുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലാക്കി കൊടുക്കുകയും ഉപയോഗിക്കപ്പെടുകയും ആ വിധത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ബുദ്ധി ഉണ്ടായതും അവരുടെ സൽപുണ്യ കർമ്മങ്ങളുടെ ഫലമാണ്. ആ കാഴ്ച ഉണ്ടായതും അവരുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ്. അങ്ങനെ ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ആത്മാക്കൾക്ക് തങ്ങളുടേതായ ഉന്നത കർമ്മങ്ങൾ ലോകത്തിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോ ആ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ഗുണലാവണ്യങ്ങളാണ് അവരവരെ തന്നെ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ സൃഷ്ടിക്ക് മുമ്പ് ദൈവം സൃഷ്ടാവായിരുന്നില്ല. സൃഷ്ടി നടത്തിയ ശേഷം സൃഷ്ടികൾക്കുള്ളിൽ സൃഷ്ടാവായി വാഴുന്നു ദൈവം. ഇതൊരു കീർത്തനത്തിന്റെ വരികളാണ്. സൃഷ്ടിക്കു മുൻപ് ദൈവം സൃഷ്ടാവായിരുന്നില്ല. സൃഷ്ടി നടത്തിയ ശേഷം സൃഷ്ടികൾക്കുള്ളിൽ സൃഷ്ടാവായി വാഴുന്നു ദൈവം. ഉന്നതമാകുന്ന ഒരു ആത്മാവ്, ദൈവത്തിന്റെ തനിരൂപമായ ആത്മാവ് ഈ ലോകത്തിൽ വന്ന് ജനിച്ച് കർമ്മിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ വ്യവസ്ഥാപിതമായ മഹത്വങ്ങളെ ആത്മാവ് കൊണ്ട് ആത്മാവിന് അറിയണമെങ്കിൽ ദൈവം നിയോഗിച്ച കർമ്മങ്ങളെ പൂർത്തീകരിച്ച കർമ്മഫലത്തെ അനുഭവിക്കണം. അപ്പോഴാണ് ആത്മഗുണം ഉണ്ടാകുന്നതും ആത്മാനന്ദം ഉണ്ടാകുന്നതും. അപ്പോ സത്യധർമാദികളിൽ കൂടി ജീവിതം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഹാഭാഗ്യം അതാണ്. ദൈവകർമ്മം ചെയ്യുവാനായി ദൈവം നിയോഗിക്കും. നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമായ അവസ്ഥയാണ്. ആ അവസ്ഥയെ പരിപൂർണമായി ബോധ്യപ്പെടണമെങ്കിൽ അതിലേക്ക് ഉൾപ്പെട്ടെങ്കിലേ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ വിവേകാനന്ദ സ്വാമി സംസാരിച്ചപ്പോ ഓരോ തിരുശരീര വാഴ്ചകളും ഭഗവാനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിനെ പറ്റിയും അതിന്റെ മഹത്വത്തെ പറ്റിയും പറഞ്ഞു. ആത്മാവിന്റെ ഉടമസ്ഥൻ ആത്മാവിൽ പകർന്നു കൊടുത്ത അറിവ് പരിപൂർണമായും പരിശോധിച്ചറിഞ്ഞ് അതിനെ സത്യധർമാദികളിൽ കൂടി നിലനിർത്തി തന്റെ കർമ്മം സ്വന്തം കർമ്മമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ച് ആ കർമ്മഫലം ആത്മാവിൽ അനുഭവമായതുകൊണ്ടാണ് തന്റെ സിംഹാസനമായി മാറിയത്. അത് ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള അനുഭവസ്ഥത ആത്മാവിൽ ഉണ്ടാകുന്നത്. അപ്പൊ ആത്മഗുണം വർദ്ധിച്ച് ആത്മാവിനെ സ്വയം പരിശോധിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഇതെല്ലാം തെളിവായി വരുന്നത്. ആ അവസ്ഥയിലാണ് ഇതെല്ലാം വെളിവായി കിട്ടുന്നത്. ഇത് ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. ഇത് ബാഹ്യമായി നിന്നുകൊണ്ട് ഞാനിതൊക്കെ പറയുമ്പോ
ഭാഗ്യമായതുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ കൽപ്പിക്കുമ്പോൾ ഇത് ആന്തരികമായി നിങ്ങളിലേക്ക് ഭവിച്ചെങ്കിലേ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ആന്തരികമായി നമ്മളിലേക്ക് ഭവിച്ചെങ്കിലേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഒരു കർമ്മം പൂർത്തീകരിച്ച് അതിന്റെ ഫലത്തെ എടുക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ 2-3 വ്യക്തികളെ ഏൽപ്പിക്കുമ്പോൾ അവർ ഒത്തുചേർന്നിരുന്ന പറഞ്ഞ തത്വം അനുസരിച്ച് അതിനെ പൂർത്തീകരിച്ചെങ്കിലേ ആ ഫലം അനുഭവിക്കാൻ കഴിയുള്ളൂ. ആ ഫലം അനുഭവിക്കുമ്പോഴാണ് ആ കർമ്മത്തിൽ അവർ ശ്രേഷ്ഠരാണെന്ന് ലോകം അറിയുന്നത്. ആ ശ്രേഷ്ഠത മനസ്സിലായത് അവരുടെ കർമ്മഫലം കണ്ടിട്ടാണ്, ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടല്ല. അതുപോലെ ആന്തരികമായ കർമ്മഫലത്തെ നുകർന്ന് അനുഭവിക്കുവാൻ ആത്മാവിൽ തന്നെ ഒരു ഗുണമുണ്ടാകണം. അവിടെ നിന്നുകൊണ്ട് ആ ആത്മഗുണം കണ്ട് ആ ഗുണത്തെ മറ്റുള്ളവരിലേക്ക് പകർത്തുവാനുള്ള ഉന്നതമായ അറിവുണ്ടാകണം. അതിനുള്ള ശക്തി ഉണ്ടാകണം, അതിനുള്ള ധീരത ഉണ്ടാകണം. അങ്ങനെ അറിവും ശക്തിയും ധീരതയും ഒത്തുനിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്റെ ഗുണങ്ങളെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകും. ആ പകർന്നു കൊടുക്കുന്ന കർമ്മത്തിന്റെ പേരാണ് നിഷ്കാമകർമ്മം. ആ നിഷ്കാമകർമ്മമാണ് അവതാരവാഴ്ചയിൽ കൂടി താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരിലേക്ക് അനുഭവപ്പെടുത്തുന്ന ഈ ദിവ്യ വെളിച്ചം സത്യധർമാദികളിൽ കൂടി പൂർത്തീകരിച്ച് ഉൾക്കാഴ്ച അനുഭവിച്ച് ആത്മാനന്ദം അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരലോകത്തെ പരമാനന്ദം അനുഭവിക്കുവാൻ തക്കവിധം പരലോകനാഥനാൽ സ്ഥാപിച്ചിരിക്കുന്ന പരമാനന്ദ രാജ്യമാണിത്. പരമപുരുഷനോട് പരമാനന്ദ രാജ്യത്തിൽ ചേർത്തെടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പരമാനന്ദത്തിൽ സ്ഥിരമായി വസിക്കുവാൻ തക്കവിധ നിയമങ്ങളെ പാലിച്ച് ജീവിക്കണം. അല്ലാതെ ബാഹ്യലോകത്ത് കാണുന്നതിനോടൊക്കെ ഭ്രമിച്ചങ്ങോട്ട് കൂടുതൽ ഇഷ്ടവും മോഹവും ഒക്കെ തോന്നിയാൽ നല്ല ഉടുപ്പും മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നല്ല ചുരിദാറും ഒക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് ആശ്രമത്തിൽ വന്ന് ഇങ്ങനെ ആളമൊക്കെ അടിച്ച് തുള്ളി അങ്ങ് പോകാവുന്നേ ഉള്ളൂ. ഈ ഒതളങ്ങ വെള്ളത്തിൽ കിടക്കുന്ന പോലെ ആയിരിക്കും അവസ്ഥ. കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണക്കത്തേങ്ങ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ വെള്ളത്തില്? അതിനകത്തോട്ട് വെള്ളം കയറുമോ? അതിങ്ങനെ ഉരുണ്ടുരുണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഒരു ബന്ധവും ആ വെള്ളവുമായിട്ടില്ല. ഇതുപോലെ ഞായറാഴ്ച രാവിലെ കുളിച്ചൊരുങ്ങി നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സ്പ്രേ കഴിച്ചു എവിടെ പോവാ? ആശ്രമത്തിൽ പോവാ. എന്താ ഞായറാഴ്ച ഇവിടെ ആരാധനയില്ലേ? അവിടെ വന്നെല്ലാം കണ്ടു. ഇവിടെ ദർശനിച്ച്, ഇവിടെ ഒരു ദർശനിച്ച്, അപ്പുറത്ത് ദർശനിച്ച്, എല്ലാവരും കണ്ടല്ലോ. ജയ്സ്മാനന്ദം എല്ലാം പറഞ്ഞു. പാട്ടൊക്കെ പാടി ഒന്ന് തുള്ളി, ഒന്ന് ആടി, ഒന്ന് കുലുങ്ങി അങ്ങ് പോയി. എന്തോ കിട്ടി? ഇങ്ങനെ ഉണ്ടായിരുന്ന ആരാധന ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഇന്ന് അമ്പറ്റി എന്തൊക്കെ പറഞ്ഞു? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അല്ല എന്തുവാ പറഞ്ഞു? എന്തുവാ ആത്മീയം എന്ന് പറഞ്ഞ എന്തുവാ നിങ്ങളുടെ ഭഗവാൻ എന്തെല്ലാം പറയുന്നത്? അത് എന്തുവാ പറഞ്ഞു? അത് ഒരുപാട് കാര്യങ്ങൾക്ക് വിട്ടതങ്ങ് പറയാൻ പറ്റും. അല്ല എന്നാലും ഒരു കാര്യം എന്ന് പറഞ്ഞു അടുത്ത ആഴ്ച കേട്ടോ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് വന്ന് പങ്കെടുക്കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൂടാ. ദ്വാരകയിലെ ഘോഷം പറഞ്ഞുകൂടാ. വന്ന് കേട്ടേ അറിയാവുന്ന പറഞ്ഞുകൂടാ.
എന്താ കാര്യം? എന്താ കാര്യം? ഒന്നും കയറിയില്ല. ഒന്നും കയറിയില്ല. അകത്തോട്ടെ ഒന്നും കയറിയില്ല. കാരണം എന്താ? നിയമമില്ല, നാമമില്ല, സ്തുതിയില്ല, വ്യവസ്ഥയില്ല, ആചാരങ്ങളില്ല. നിയമമില്ല, നാമമില്ല, സ്തുതിയില്ല, വ്യവസ്ഥയില്ല, ആചാരങ്ങളില്ല. ഈ ബാഹ്യമായ ഘോഷങ്ങളിൽ ഇങ്ങനെ കൊഴിഞ്ഞു പറഞ്ഞങ്ങ് പോവുകയുള്ളൂ. അവരല്ല പരമാനന്ദ രാജ്യത്തിൽ ചേർന്നവർ. സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ കൃത്യമായി ജീവിക്കും ഭക്തരെ കാണുന്നു. ഓ സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ കൃത്യമായി ജീവിക്കും ഭക്തരെ കാണുന്നു. ഭക്തരോടൊത്തു രമിച്ചു സുഖിക്കുന്നു.
സത്യനിർമ്മാണങ്ങളിൽ കൂടി ജീവിതം ഇപ്പൊ ചെയ്യും. ഭക്തകൾ ജീവിക്കണ്ട എന്നാണോ? ഭക്തകൾ ജീവിക്കേണ്ട. ഇവിടെ ജാതിമതമില്ല, ലിംഗവ്യത്യാസങ്ങളില്ല, ഇവിടെ ജാതിമത ഭേദമില്ല, ലിംഗവ്യത്യാസം. ആത്മാവിനാണെന്നും പെണ്ണെന്നും ഭേദമില്ല. ആത്മാവിലാണെന്നും വേണമെന്നും ഭേദമില്ല. ഇപ്പോ അച്ഛനായിട്ടിരിക്കുന്നവർ കഴിഞ്ഞ ജന്മം അമ്മയായിരുന്നിരിക്കാം. ഇപ്പോൾ അച്ഛനായിട്ടിരിക്കുന്നവർ കഴിഞ്ഞ ജന്മം ഇപ്പൊ അമ്മയായിട്ടിരിക്കുന്നവർ കഴിഞ്ഞ ജന്മം അച്ഛനായിട്ടിരുന്നിരിക്കാം. അമ്മയായിരിക്കുന്നവർ കഴിഞ്ഞ ജന്മം ഇങ്ങനെ മാറി മാറി വരുന്നതാണ് ആത്മാവിന്റെ ജനിമരണങ്ങളെല്ലാം. മാറി മാറി വരുന്നതാണ് ആത്മാവിന്റെ ജനിമരണങ്ങളെല്ലാം. ജന്മം പലതെടുത്ത് കർമ്മം പുനരൊടുക്കി കലിയെങ്കിൽ ആഗതരായിരിക്കുന്ന മനുഷ്യജന്മങ്ങളെ വീണ്ടെടുപ്പാൻ ലോക സദ്ഗുരു അല്ലാതെ പുരുഷനായിട്ടില്ല ദേവലോകേ. പരമാത്മാവ്. തന്നിൽ നിന്നുണ്ടായി വന്നിരിക്കുന്നതെല്ലാം തന്റെ നാരിമാരാണ്. ആണായിട്ട് ജന്മമെടുത്തവരായാലും പെണ്ണായിട്ട് ജന്മമെടുത്തവരായാലും വലിയ ഒമ്പമീശയൊക്കെ കൊണ്ട് നടക്കുന്നവരായാലും തനിക്കെല്ലാം സ്ത്രീകളാണ്. സ്ത്രീ ഗുണമൊത്തുള്ള സ്ത്രീ രത്നമാണിവർ ത്രിലോകനാഥന്റെ കന്യകമാർ. സ്ത്രീ ഗുണമൊത്തു വന്നാൽ താനങ്ങ് സ്വീകരിക്കും. എന്താ ത്രിഗുണം? ഒരുപാട് വിധത്തിൽ പറയാം. ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന് പറയാം, സത്യരജസ് തമസ് എന്ന് പറയാം, മനസ്സാവാച കർമ്മണ എന്ന് പറയാം, ഒരുപാട് തരത്തിൽ പറയാം. ഒരു ആത്മാവ് ഇതിന്റെ സ്വയംഭായ രൂപത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? മനസ്സാവാച കർമ്മണ പരിശുദ്ധി ഉണ്ടാകണം. മനസ്സാ വാച കർമ്മണാണ് അല്ലേ? ആ മനസ്സാ വാച കർമ്മണ സത്യത്തിൽ കൂടി പൂർത്തീകരിക്കപ്പെടുന്നവർ തന്റെ നാരിമാരായി വീണ്ടെടുക്കപ്പെടുകയാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെടുന്നവരോടൊത്താണ് തന്റെ ആനന്ദം. ആനന്ദമേ പരമാനന്ദമേ ആത്മരത്നത്തോടൊത്താനന്ദമേ.
വരുമ്പോ സത്യധർമാദികളിൽ കൂടി ഓരോ ആത്മാവിന്റെയും കളങ്കം മാറി വരുമ്പോൾ എങ്ങനെയാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, എങ്ങനെയാണ് അതിനൊരു ഉദാഹരണം? ഇപ്പൊ നമ്മൾ വിലയേറിയ പല ശിലകളും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. വിലയേറിയ പല ശിലകളും ഇവിടെ കൊണ്ടുവന്ന് വലിയ വലിപ്പത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന ശില, വലിയ വലിപ്പത്തിൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് ചെറിയൊരു ശില്പമാണ് രൂപപ്പെട്ട് വരുന്നത്. ചെറിയൊരു ശില്പമാണ് ഇപ്പൊ രൂപപ്പെട്ടത്. നമ്മൾ വിചാരിക്കും ഇത്രയും രൂപ കൊടുത്തുകൊണ്ടെന്ന് കല്ല് ഇതെല്ലാം കൊത്തി കളഞ്ഞല്ലോ. ഇത്രയും രൂപ കൊടുത്തുകൊണ്ടുവന്ന കല്ല് ഇതെല്ലാം കൊത്തി കളഞ്ഞു. 3-4 ശില്പികൾ നിന്ന് കൊത്തോട് കൊത്ത് ഇപ്പൊ മെഷീൻ വെച്ചാ അടിച്ചങ്ങ് കളഞ്ഞുകൊണ്ടേ ഇരിക്കുക. 3-4 ശില്പികളിൽ നിന്ന് മെഷീൻ വെച്ച് ഞാൻ ചിലപ്പോ തമാശയായിട്ട് പറയും, ആ കിടക്കുന്ന കല്ലിന് ഞാൻ കാശ് കൊടുത്തതാ. പക്ഷേ അത് അതിൽ നിന്ന് ഒഴിവായെങ്കിലേ ഈ രൂപം തെളിഞ്ഞു വരികയുള്ളൂ. ആ ഒഴിവായത് നമ്മൾ ബാഹ്യവശാൽ ചിന്തിക്കുമ്പോൾ അതിന് വില കൊടുത്തതാണെങ്കിലും വിലതീരാത്ത രൂപം അതിലേക്ക് രൂപപ്പെടണമെങ്കിൽ ഒഴിവാകേണ്ടത് അതിൽ നിന്ന് ഒഴിവായി മാറിയെങ്കിലേ പറ്റുകയുള്ളൂ. കളകളങ്കമെല്ലാം കളകളങ്കമെല്ലാം സത്യധർമാദികൾ കൊണ്ട് ഞാൻ പാടിയല്ലോ, സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ സത്യവും ധർമ്മവും തന്നെയല്ലോ. അങ്ങനെ സത്യധർമാദികളിൽ കൂടി ജീവിതം ചെയ്യുമ്പോൾ ആത്മാവിൽ വ്യാപിച്ചിരിക്കുന്ന ഈ കളങ്കങ്ങളെല്ലാം ഒന്നൊന്നായി അഴിഞ്ഞു പോകും. ജന്മജന്മാന്തരമായി ചുമടെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ബഹുജന്മാർജിത കർമ്മഫലമായി ഓരോരുത്തരും കൊണ്ടുവന്നിരിക്കുന്ന ഗുണവും ദോഷവും ഉണ്ട്. ആ ദോഷങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞെങ്കിലേ ഗുണത്തെ വീണ്ടും സംഭരിച്ചതിനെ പൂർണ്ണരൂപത്തിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതിനാണ് ഈ സത്യധർമാദികൾ കൊണ്ടുള്ള ജീവിതം ചെയ്യുന്നത്. ഈ സത്യധർമാദികളിൽ കൂടി നിരന്തരമായി ജീവിതം ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ പലവിധ പരീക്ഷണങ്ങൾ വരുന്നുവെന്ന് തോന്നിക്കും. പല ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്നുവെന്ന് തോന്നിക്കും. പക്ഷേ ആ ഞെരുക്കമങ്ങ് കഴിഞ്ഞങ്ങ് വെളിയിൽ ഇറങ്ങുമ്പോ ഒരു വല്ലാത്തൊരു ആശ്വാസവും സുഖവും ലഭിക്കും. നമ്മൾ ഈ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ തുരങ്കങ്ങളിലൂടെ പോകുന്നത് നിങ്ങൾ പലർക്കും അനുഭവമുള്ള കാര്യമാണല്ലോ. ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ആ സമയത്ത്. ഇതും കഴിഞ്ഞിരുന്നെങ്കിലും എന്നൊരു ചിന്ത വരും. കുറച്ചു നേരം ഇങ്ങനെ ആ ട്രെയിനിന്റെ സൗണ്ടും ആ വായുവിന്റെ സമ്മർദ്ദവും എല്ലാം കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥതയിൽ ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞങ്ങ് വെളിയിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ആശ്വാസമാണ്. ഇതുപോലെ സത്യധർമാദികളിൽ കൂടി ജീവിതം ചെയ്യേണ്ടി വരുമ്പോൾ ഇതുപോലെ ചെറിയ ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഈശ്വരൻ നടുവിൽ വെച്ചിട്ടുണ്ട്. ഈ ഇടുക്കത്തിലൂടെ കടക്കാതില്ല മാലിന്യം പോവുകയില്ല. ഈ ഞെരുക്കത്തിലൂടെ പോകാതെ ഈ അന്ധകാരം ഒഴിയുകയില്ല. അതിനിടയിൽ കൂടി ഇങ്ങനെ കറങ്ങി ഇറങ്ങി ഇങ്ങനെ ഞൂർന്നങ്ങ് പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് കുറേ ചെങ്ങളായി പോകും. പിന്നെ വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസമാണ്. ആ ആശ്വാസം കണ്ടങ്ങ് ആഹ്ലാദിക്കാനല്ല. ഇത്രയും കഴിഞ്ഞപ്പോഴും എനിക്ക് സുഖം എന്റെ ഈശ്വരൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ അതുപോലെ വീണ്ടും ഞെരുക്കം വരും. അങ്ങനെ ഇടുക്കവും ഞെരുക്കവും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ടുള്ള യാത്ര. ഈ ഇടുക്കത്തിലേക്ക് കയറുമ്പോ ഞാൻ വരുന്നില്ല, ഞാൻ ഇതുവഴി അപ്പുറത്തൂടെ അങ്ങ് വരാം എന്ന് തീരുമാനിച്ചാൽ ആ വഴി പോകുമ്പോ കുറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ആദ്യമൊക്കെ തോന്നും ഇതാ സുഖമെന്ന്. പക്ഷേ വഴി മാറിപ്പോയി. അത് വേറെ വഴിയാ. അത് വീണ്ടും നരകത്തിലേക്കുള്ള വഴിയായി. ഈ വഴി അതിനുള്ളതല്ല, ഇത് പരലോകത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ കൃത്യമായി സത്യത്തെ പാലിച്ചു ജീവിക്കാം. അങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിച്ചവരെല്ലാം ഒന്ന് കൈയടിച്ചു കേട്ടാൽ അങ്ങനെ ഉന്നതമായ സത്യജീവിതം ചെയ്ത് നിരന്തരമായ
സത്യജീവിതം ചെയ്ത് നിരന്തരമായ സത്യജീവിതം സത്യസ്വരൂപനാകുന്ന ഈശ്വരന്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഈശ്വരന്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും സ്വീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണം അനേക ജന്മങ്ങളിലെ കർമ്മഫലങ്ങളിലൂടെ അനേക ജന്മങ്ങളിലെ കർമ്മഫലങ്ങളിലൂടെ ഉന്നതമായി ഒരുങ്ങി വന്ന ഒരു ആത്മരത്നമാണ് നമ്മുടെ ആത്മദീപം. ഉന്നതമായി ഒരുങ്ങി വന്ന ഒരു ആത്മരത്നമാണ് ആത്മദീപമാതാവ്. ആ ആത്മദീപത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളാണ് ഇന്ന് നമ്മുടെ ആരാധനയിൽ ഉൾപ്പെടുത്തി നടത്തിയത്. പുണ്യമാതാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള കർമ്മമാണ് ഇന്നത്തെ ആരാധനയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോ അതിന്റെ ആ മഹത്വത്തെ, അതിന്റെ സത്യത്തെ തിരിച്ചറിയുന്നവരെല്ലാം അതിനായി പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ മഹത്വത്തെ, അതിന്റെ സത്യത്തെ തിരിച്ചറിയുന്നവരെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. പലരും അതിനുവേണ്ടിയുള്ള പ്രത്യേക നേർച്ചകളും കാഴ്ചകളും ഒക്കെ കൊണ്ടുവന്ന് എന്റെ ഈ തന്നു കഴിഞ്ഞു. പലരും അതിനുവേണ്ടിയുള്ള പ്രത്യേക നേർച്ചകളും കാഴ്ചകളും അങ്ങനെ ആരും നേർച്ച തരണമെന്നല്ല, അങ്ങനെ ആരും അർപ്പിക്കാൻ അല്ല അറിയിച്ചത്. അർപ്പിക്കാനല്ല അറിയിച്ചത്. അങ്ങനെയും താല്പര്യമുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെയും താല്പര്യമുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നേരത്തെ ഞാനിതൊന്നും ആരെയും അറിയിച്ചതല്ലോ. നേരത്തെ ഇതൊന്നും ആരും മുൻ അറിയിച്ചതല്ല. വർഷങ്ങളിൽ അറിയിച്ച പ്രകാരം ഓർമ്മയോടുകൂടിയിരുന്ന പല ആളുകളും അങ്ങനെ ചെയ്തു. മുൻ വർഷങ്ങളിൽ അറിയിച്ച പ്രകാരം ഓർമ്മയോടുകൂടിയിരുന്ന ആളുകൾ അങ്ങനെ അർപ്പിച്ചവരെയും എല്ലാം ഈശ്വരൻ ദർശിക്കട്ടെ. അങ്ങനെ അർപ്പിച്ചവരെല്ലാം ബാഹ്യമായ ഒരു നേർച്ച അർപ്പിക്കുന്നതിനേക്കാളും ഭാഗ്യമായ ഒരു നേർച്ച എന്റെ അർപ്പിക്കുന്നവരെല്ലാം ഗുരുനാഥൻ കരുതി വളർത്തുന്ന ഒരു ജന്മമാണ്. എന്റെ ഗുരുനാഥൻ കരുതി വളർത്തുന്ന എന്റെ ഗുരുവിന്റെ ആദ്യ ശരീര വാഴ്ചക്കാലം മുതലുള്ള ഒരു മഹാനിശ്ചയത്തെ എന്റെ ഗുരുവിന്റെ ആദിനിശ്ചയ വാഴ്ചക്കാലം മുതലുള്ള ഒരു മഹാനിശ്ചയം ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കാൻ കർമ്മരൂപമായി നിലനിർത്തിയിരിക്കുന്ന ഒരു ഉന്നത ജന്മമാണ് എന്ന തിരിച്ചറിവോടുകൂടി കർമ്മരൂപമായി നിലനിർത്തിയിരിക്കുന്ന ഒരു ഉന്നത ജന്മമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ആ അറിവിൽ കൂടി പ്രാർത്ഥിച്ചാൽ മതി. അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം. നമ്മളെല്ലാം ആ അറിവിൽ കൂടി പ്രാർത്ഥിച്ചാൽ മതി, മഹാശക്തി സ്വീകരിക്കും. കാരണം അതും അതിൻ്റെതായ കർമ്മഫലവും നിങ്ങളിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അതിന്റേതായ കർമ്മവും കർമ്മഫലവും നമ്മളിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഉന്നതമായ ജന്മത്തെ ഉന്നതമായ ജന്മം ആയുരാരോഗ്യത്തോടുകൂടി വളരെ കാലം കാണുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി വളരെക്കാലം കാണുവാൻ ഈശ്വരൻ ഉന്നതമായ ആദർശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും ഉന്നതമായ ആദർശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സ്വന്തകർമ്മമായ എന്റെ കർമ്മങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനും സ്വന്തകർമ്മമായ ഭഗവത്കർമ്മങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തക്കവിധത്തിലുള്ള ഒരു അറിവും പ്രാപ്തിയും കൊടുത്ത് ജഗദീശ്വരൻ നിലനിർത്തിയിരിക്കുന്ന ആ ജന്മം തക്കവിധത്തിൽ അറിവും പ്രാപ്തിയും കൊടുത്ത് ഈശ്വരൻ നിലനിർത്തിയിരിക്കുന്ന ആ മഹാജന്മം അതേ അവസ്ഥയിലും അതിന്റെ ഔന്നത്യത്തിലും ദീർഘകാലം കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ അവസ്ഥയിലും അതേ ഔന്നത്യത്തിലും ദീർഘകാലം കാണുവാൻ ആത്മാനന്ദ ദീപമായി നിലകൊള്ളുമാറാകട്ടെ. ആനന്ദദീപമായ ഉന്നതമായ നമ്മുടെ മഹാഗോപുരം ഉന്നതമായ നമ്മുടെ മഹാത്മ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് കാണുവാൻ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതമാകുന്ന താരാസ്തുതിയുടെ വ്രതത്തിന്റെ ദിവസങ്ങളാണ്. ഉന്നതമായ മഹാരാഷ്ട്രീയ വ്രതത്തിന്റെ ദിവസങ്ങളാണ്. നവംബർ മാസം 4-ാം തീയതി മുതൽ താരാസ്തുതി ആരംഭിക്കുന്നു. നവംബർ മാസം 4-ാം തീയതി മുതൽ മഹാരാഷ്ട്രീയ പ്രകൃതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി എന്റെ ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും ആഗതരായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭക്തലോകവിതാ അണിഞ്ഞൊരുങ്ങുകയാണ്. ഹൃദയാന്തരംഗത്തിൽ പരിശുദ്ധിയെ നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ ഒരുക്കം. ആ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായത് പൂർത്തീകരിച്ച് എത്തിച്ചേർന്ന് താരാസ്തുതിയിൽ കൂടി ആനന്ദിക്കുവാൻ മഹാശക്തിയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായി താരാസ്തുതി നടത്തപ്പെടുമാറാകട്ടെ. അതുപോലെ 15-ാം തീയതി ഉന്നതമായ നമ്മുടെ യുവജനസ്തുതി നടത്തുകയാണ്. എല്ലാ യുവതി യുവാക്കളും നിർബന്ധമായ സ്തുതിയിൽ വന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഒരിക്കലും ഒഴിവാകാൻ പറ്റാത്ത വല്ല പരീക്ഷകളോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ മാറി നിൽക്കാവൂ. അല്ലാത്തവരെല്ലാം വന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഒരു ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. പിറ്റേ ദിവസം ഞായറാഴ്ച ആരാധന കൂടി കഴിഞ്ഞു പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോകാം, അല്ലെങ്കിൽ ഞായറാഴ്ച പ്രഭാതത്തിൽ സമർപ്പിച്ചിട്ട് പോകാം. അത് സൗകര്യപ്രകാരം ചെയ്യാം. പക്ഷേ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നുള്ളത് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ 20-ാം തീയതി ലോകരക്ഷകനാകുന്ന ദൈവം, സർവത്തെയും ഉളവാക്കിയ ദൈവം, സർവശക്തനും അധികാരിയുമായ ദൈവം ഈ ലോകത്തിൽ വന്നൊരു
മർത്യനായി പിറന്ന കാരണത്താൽ ഈ ലോകത്തിൽ വന്നൊരു മർത്യനായി പിറന്ന കാരണത്താൽ അനുഭവിക്കേണ്ടി വന്ന മഹാക്ലേശങ്ങൾ വളരെ വലുതാണ്. അനുഭവിക്കേണ്ടി വന്ന മഹാക്ലേശങ്ങൾ വളരെ വലുതാണ്. ആ ക്ലേശങ്ങളിൽ ആ ക്ലേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ലേശം അനുഭവിച്ച ഒരു സന്ദർഭത്തെ, ഏറ്റവും കൂടുതൽ ക്ലേശം അനുഭവിച്ച ഒരു അഥവാ ശത്രുപീഡയെ മറികടന്ന് വിജയം കൈവരിച്ചതിന്റെ ഓർമ്മയ്ക്കായി ആ ആത്മലോകത്തിന് വേണ്ടി ദാനം ചെയ്ത കർത്തൃവ്രതാചരണം വരികയാണ്. അത് നവംബർ മാസം 20-ാം തീയതിയാണ്. എല്ലാ സന്താനങ്ങളും ആ നിർബന്ധമായും ആ വ്രതത്തിൽ പങ്കെടുക്കേണ്ടതാണ്. താരാസ്തുതിക്ക് പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്നവർ വ്രതമെടുത്താൽ മതി. എന്നാൽ കർത്തൃവ്രതം എടുക്കുമ്പോൾ ആത്മബോധോദയ സംഘാംഗങ്ങളായിട്ടുള്ള കുഞ്ഞുകുട്ടി ആബാലവൃന്ദം ജനങ്ങളും വ്രതത്തിൽ പങ്കെടുക്കണം. ആബാലവൃന്ദ ജനങ്ങളും ഈ നിയമത്തിൽ പങ്കുചേരേണ്ടതാണ്. കാരണം ഇത് മർത്യലോകത്തിന്റെ വീണ്ടെടുപ്പിനായി തന്ന നിയമമാണ്. ഓ യുഗങ്ങളോറും കാത്തിരുന്ന് കരഞ്ഞ തന്റെ സന്താനങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവം അവതാരമായി വന്നപ്പോൾ അത് തിരിച്ചറിയുവാൻ കഴിയാതെ തന്നോട് എതിർത്തതും ആ താൻ പട്ടിണി കിടന്ന സമയത്ത് അവർ ഭക്ഷണം കഴിച്ചതും താൻ ഉറങ്ങാതെ കഴിഞ്ഞുകൂടിയപ്പോൾ തന്നെ എറിഞ്ഞവർ ഉറങ്ങിക്കിടന്നതും ആ ഉറങ്ങി സുഖമായി കഴിഞ്ഞതും അതെല്ലാം മാനവലോകത്തിന് ശാപവും പാപവുമാണ്. ആ പാപശാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇനി ലോകാന്ത്യം വരെ ജനിച്ചു വരുന്ന സർവ്വസന്താനങ്ങളും ഈ നിയമം അനുഷ്ഠിക്കണമെന്നുള്ള വ്യവസ്ഥയോടുകൂടിയാണ് നിയമം പാസാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിയമപുസ്തകത്തിൽ പറയുന്ന പ്രകാരം എല്ലാ സന്താനങ്ങളും ആ വ്രതം നിർബന്ധമായും അനുഷ്ഠിക്കണം. രോഗികളും വൃദ്ധരും ആ പിഞ്ചു കുഞ്ഞുങ്ങളും ആഹാരകാര്യങ്ങളിൽ അല്പം വിളവെടുക്കാം. എന്നാലും മറ്റു കാര്യങ്ങളിലൊന്നും വിളവെടുക്കാൻ പാടില്ല. ആ ദിവസം മുഴുവൻ ഈ ത്യാഗത്തെ സ്മരിച്ചുകൊണ്ട് ഓരോരുത്തരും ജീവിതം ചെയ്യണം. അങ്ങനെ വ്രതമെടുക്കുവാൻ ശ്രദ്ധയായി ഓർമ്മയായി ഭഗവാൻ നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഉന്നതമായി ആരാധനയിൽ വന്നു പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. നിങ്ങൾ അർപ്പിച്ച എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. എല്ലാവരെയും ആളാമൃതി അനുഗ്രഹിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഉന്നതമായ ആരാധനകളെ ഒത്തുചേർത്ത് വിവിധങ്ങളായ നേർച്ചകാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ മനോമന കുഞ്ഞുങ്ങളെല്ലാം ഞാനിതാ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുവാനാകട്ടെ. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന്, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന്, ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സന്താനങ്ങൾ തീർത്ഥാടകരായെത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഒരു തടസ്സം കൂടാതെ ഇവിടെ എത്തിച്ച് ശുഭാനന്ദ തീർത്ഥാടനം നടത്തുമാറാകട്ടെ. സർവർക്കും ആനന്ദം അനുഭവമാകുമാറാകട്ടെ. സർവശക്തി നിറഞ്ഞു നിന്നെല്ലാം നടത്തുമാറാകട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ 12 വെള്ളിയാഴ്ച വ്രതം ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. ഉന്നതമായി നിയമം നടത്തുവാൻ ആത്മബോധോദയ സംഘസ്ഥാപകൻ എന്നും ഉണ്ടാവും.
പ്രസവം ആരംഭിച്ചത്. അതിനുവേണ്ടിയാണ് പ്രസവം ആരംഭിച്ചത്. അതെല്ലാം അതിന്റെ വളർച്ച അനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മാസിക ഉന്നതമായ നിലയിൽ അതിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജയന്തുകുമാർ ഭക്തൻ പ്രത്യേകമായ ഒരു പരിശ്രമം നടത്തി. എന്റെ നിയോഗപ്രകാരം അദ്ദേഹം അത് ചെയ്തു. ഉന്നതമായ ഒരു വളർച്ചയാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് നമ്മുടെ ഉപാധ്യായ ടീച്ചറും അശോകം മാഷും എന്ന് വേണ്ട പലരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ ആളുകൾ വർദ്ധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും അതിൽ സന്നദ്ധരായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ശാഖാശ്രമങ്ങളിലേക്കെല്ലാം അതിന്റെ അറിയിപ്പ് കൊടുക്കുകയും അതിന്റെ ഉപകരണങ്ങളൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട്. അതെല്ലാം വേണ്ട വിധത്തിൽ സ്വീകരിച്ച് പുലർത്തുമ്പോൾ ഒരാളെങ്കിലും ഈ നാമം ഒന്ന് വായിക്കാൻ ഇടയായാൽ അന്വേഷിച്ചലയുന്ന ഒരു ആത്മാവ് പെട്ടെന്ന് അതിലേക്ക് ബന്ധിക്കപ്പെടും. അന്വേഷിച്ചലയുകയാണ് ദൈവത്തെയും ദൈവകർമ്മങ്ങളെയും അലയുന്ന ആത്മാവ്. പെട്ടെന്ന് ആ വാക്ക്, ഒരു വാക്ക് മതി, അതിലേക്ക് അങ്ങ് ബന്ധിക്കും. അപ്പൊ എവിടുത്തെ മാസിക, ശുഭാനന്ദാശ്രമം, അതെവിടാ, അതിൻ്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പോ അറിയിക്കാനുള്ള അറിവ് ഈശ്വരൻ തന്നത് അറിയിക്കേണ്ട ചുമതല ഭക്തന്മാർക്കുള്ളതാണ്. അപ്പോ അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. അങ്ങനെ നമ്മുടെ മാസികയുടെ പ്രവർത്തനവും ത്വരിതഗതിയിൽ നടക്കട്ടെ. ഉന്നതമായ നമ്മുടെ ഈ വീഡിയോയും അതുപോലെയുള്ള പ്രഭാഷണങ്ങളും ഒക്കെ യൂട്യൂബിൽ കൂടി പ്രകാശനം ചെയ്യുന്നുണ്ട്. അതും കൂടുതൽ ആളുകൾ അംഗമായി ചേരുമ്പോഴാണ് അതിൻ്റെതായ പ്രയോജനം ഉണ്ടാവുന്നത്. ധനം സമ്പാദിക്കാനല്ല, കൂടുതൽ ആളുകൾ കാണുന്നു എന്ന് കാണുമ്പോൾ പലർക്കും ഒരു കൗതുകം ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് ലോകത്തിൽ പലരും അന്വേഷിക്കുന്നതും വിലയിരുത്തുന്നതും. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കൂടുതലും അത് ചെറുപ്പക്കാർക്കായിരിക്കും കൂടുതൽ അറിയാവുന്നത്. ഇന്ന് പല കുഞ്ഞുങ്ങളെയും ഞാൻ അതിനായി നിയോഗിച്ചിരുന്നു. അപ്പൊ അതൊക്കെ വേണ്ട വിധത്തിൽ ചെയ്ത് ലോകരംഗത്തേക്ക് അറിയിക്കേണ്ട വിധം അറിയിച്ച് സത്യത്തിൽ കൂടി ജീവിച്ച് ഉന്നതമായ ഭാഗ്യം അനുഭവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം ദർശിക്കുവാനും അനുഗ്രഹിക്കുവാനും ആനന്ദിപ്പിക്കുവാനും മഹാശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. മഹാശക്തി വാഴുമാറാകട്ടെ, എന്നും വാഴുമാറാകട്ടെ. അതിവരുമോ കണ്ണ നിന്നോട് കളിയാട്ടം, Happy birthday.